നിയമസഭാ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബജറ്റ് സമ്മേളനമാണ്. സംസ്ഥാന ബജറ്റ് നമ്മൾ ഏത് വിധത്തിലാണ് നമ്മൾ നോക്കി കാണേണ്ടതെന്ന് കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം വലിയ ധനപ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുന്ന ഒരു അവസരത്തിൽ ഇപ്രാവശ്യത്തെ ബജറ്റിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക എന്നുള്ള ഒരു ആകുലത ഓരോ ജനത്തിനും ഉണ്ട് എന്നത് സത്യം. തീർച്ചയായും അനു, നമ്മൾ ഇന്നലെ മുതൽ ആ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഈ ബഡ്ജറ്റ് അവതരണം നടക്കുക. ഫെബ്രുവരി 5-ന് ഈ ബഡ്ജറ്റ് അവതരണം നടക്കുന്നുണ്ട്. നാളെ ഈ നിയമസഭാ സമ്മേളനം ആരംഭിച്ച് ഫെബ്രുവരി 5-നാകും ബജറ്റ് സമ്മേളനം അവതരിപ്പിക്കുക, ബജറ്റ് സമ്മേളനം നടക്കുക. എന്തായാലും ഈ ബജറ്റ് അവതരണത്തിൽ ഏറെ ശ്രദ്ധേയമായി തന്നെ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ഓരോ സാധാരണക്കാരനായ കേരളീയനും നോക്കിക്കാണുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ അത് എത്രത്തോളം അതിൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണമായി അല്ലെങ്കിൽ പദ്ധതി നടത്തിപ്പ് ഏത് ഘട്ടം വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ ജനങ്ങൾ തന്നെ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം ഈ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വലിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ വെള്ളക്കരം കൂട്ടിയത് കുറയ്ക്കുമോ എന്നൊരു വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളുള്ളത്. ഒപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനമായും കഴിഞ്ഞ ബജറ്റിന് പിന്നാലെ ഈ പെട്രോളിനും ഡീസലിനും ഇന്ധന സെസ് ഏർപ്പെടുത്തിയത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാനാണ് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ 6 മാസക്കാലമായിട്ടും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 4 മാസക്കാലമായിട്ടും സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയ സാഹചര്യമാണ്. കഴിഞ്ഞ ഈ മറിയക്കുട്ടി പോലുള്ള ആളുകളൊക്കെ പിച്ചച്ചട്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങിയ സാഹചര്യത്തിലാണ് സർക്കാർ 2 മാസത്തെ പോലും സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ അത് സർക്കാർ തന്നെ മുന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ അത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി ഇന്ധന സെസ് ഏർപ്പെടുത്തിയ സർക്കാർ ഇപ്പോൾ അന്ന് പ്രഖ്യാപിച്ചതൊക്കെ വെറും പൊള്ളത്തരം മാത്രമാണ് എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അത് വലിയ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ നിലവിൽ അങ്ങനെ ഒരു ബജറ്റ് അവതരണം മാത്രമല്ലേ ഉള്ളൂ എന്ന് നമ്മുടെ സ്ഥിര പ്രേക്ഷകയായ ശ്രീമതി ഉഷ നെല്ലൂർ ചോദിക്കുന്നുണ്ട്. ഈ സാധാരണ ബജറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ നോക്കിക്കാണുന്നത്. പേടിയോടെ വേണമോ ഇപ്രാവശ്യം കാത്തിരിക്കാൻ? തീർച്ചയായും ആ ഒരു ഭയം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. കാരണം സർക്കാർ ഇങ്ങനെ ഓരോരോ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഓരോ ബജറ്റും പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാർഷിക പദ്ധതികളൊക്കെ തന്നെ ഇപ്പം പകുതി വഴിയിലാണ്, പൂർത്തീകരണമായിട്ടില്ല. ഒപ്പം തന്നെ ഈ സ്മാർട്ട് സിറ്റി റോഡുകളുടെ പൂർത്തീകരണം സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ പൂർത്തീകരണത്തിലേക്ക് ആ പദ്ധതികളൊന്നും തന്നെ എത്തിയിട്ടില്ല. നമുക്ക് തലസ്ഥാനത്തെ റോഡുകൾ തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പകുതി പോലുമായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇനി 2 മാസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ എങ്ങനെ ഇതിൻ്റെ ബില്ലുകൾ മാറി, ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരണം നടത്തി ബില്ലുകൾ മാറി കൃത്യമായി ഇതിൻ്റെ പൈസ കരാറുകാരന് ലഭിക്കും, സർക്കാർ ഇതിന് എങ്ങനെ ഏത് രീതിയിൽ വകയിരുത്തും എന്നുള്ള കാര്യമൊക്കെയാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ബജറ്റ് വരുന്നത്. ആ ബജറ്റിനെ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. നമുക്ക് ഈ ഇന്ധന നികുതി അധികമായി ഏർപ്പെടുത്തി ഇന്ധന സെസ് ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് വെള്ളക്കരം കൂട്ടിയ സാഹചര്യം ഉണ്ടായത്. ആ 80 രൂപയായിരുന്ന വെള്ളക്കരമൊക്കെ പിന്നീട് 800 രൂപയിലേക്കും 100 രൂപയായിരുന്നത് 1000 രൂപയിലേക്കും ഒക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും 1 ലിറ്ററിന് ഇത്ര പൈസയെ കൂട്ടിയുള്ളൂ എന്ന് മന്ത്രി അടക്കമുള്ളവർ പ്രസ്താവിക്കുമ്പോഴും അത് ലിറ്ററിന് കണക്ക് കൂട്ടുകയാണെങ്കിൽ 1 ലിറ്റർ ആയിരിക്കില്ലല്ലോ ഉപയോഗിക്കുക എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യം അത് വലിയൊരു കലുഷിതമായ അവസ്ഥയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയുള്ള ഈ ബജറ്റ് അവതരണവും അത് സാധാരണക്കാരനെ പിഴിഞ്ഞുകൊണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നികുതി ഭാരം അത് സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെയാകും ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം സംസ്ഥാനം വലിയൊരു കടക്കണിയിൽ കൂടി കടന്നു പോകുന്നൊരു പശ്ചാത്തലമാണ്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും സർക്കാർ ഈ കടക്കണി, ഈ സാമ്പത്തിക ഞെരുക്കത്തെ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതും
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അത് വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ആളുകളും നോക്കിക്കാണുന്നത്. ഇത് തങ്ങൾക്ക് മേലൊരു വലിയ പ്രഹരമായി തീരുമോ എന്നൊരു ആശങ്കയും ചില ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അനു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം അത് അവരുടെ ഒരു ആശങ്ക ഉള്ളിലുള്ളത് കൊണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിക്കിടെയാണ് ഈ ബജറ്റ് അവതരണം എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ സർക്കാർ ഇതിനെ ഏത് തരത്തിൽ നേരിടുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്ക് മേൽ ഏതെങ്കിലും തരത്തിലൊരു നികുതി ഭാരം സർക്കാർ അടിച്ചേൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ അവസരത്തിൽ മനസ്സിലാവുന്നത്. എന്തായാലും ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അത് കൃത്യമായ മറുപടി നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ഒപ്പം തന്നെ വിവിധ കാര്യങ്ങളിൽ KSRTC ജീവനക്കാരുടെ അടക്കമുള്ള കാര്യങ്ങൾ എടുത്താൽ നമുക്കറിയാം അവർക്ക് 16 ഡ്യൂട്ടിയിൽ താഴെ ചെയ്ത ജീവനക്കാർക്ക് 1.5 വർഷമായിട്ട് ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. അപ്പോഴും ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ മുൻ മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു താൻ പടിയിറങ്ങുമ്പോൾ എല്ലാ ജീവനക്കാർക്കും കൃത്യമായ കുടിശ്ശികയും ശമ്പളവും എല്ലാം നൽകിയാണ് പടിയിറങ്ങുന്നതെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വീമ്പിളക്കിയിട്ട് പോയ അതേ മന്ത്രി തന്നെയാണ് പിന്നീട് അത് തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. നമുക്കറിയാം ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ മന്ത്രിമാരൊക്കെ പറയുന്നത് പണ്ടൊക്കെ ഇതിനൊരു ആധികാരികത ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതൊരു കുട്ടിക്കളിയായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മന്ത്രിയുടെ പ്രസ്താവനകൾ പോലും കള്ളത്തരമായിട്ട് പിന്നീട് കണ്ടുപിടിക്കപ്പെടേണ്ട ഒരു സാഹചര്യം അത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും നമുക്ക് നമ്മൾ ജീവനക്കാരുടെ തന്നെ പ്രതികരണത്തിലൂടെയാണ് അത്തരത്തിലുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയത്. എന്തായാലും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അത് വലിയ രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ബജറ്റ് അവതരണം. ഈ ബജറ്റ് അവതരണത്തിൽ അത് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുന്നത്. ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും ഫെബ്രുവരി 5 വരെ കാത്തിരിക്കാം നമുക്ക്. ശരി, എന്തായാലും ശ്യാം കാങ്കാലാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സർക്കാർ ജീവനക്കാരുടെ അധ്യാപകരുടെ പണിമുടക്കാണ്. ഇന്ന് സൂചന പണിമുടക്കാണ്. ഇനി അനിശ്ചിതകാല പണിമുടക്കിലേക്കൊക്കെ കടക്കുമെന്നുള്ള ഒരു വെല്ലുവിളിയുണ്ട്. അത് വെല്ലുവിളിയല്ല, അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്രകാരം പറയേണ്ടി വരുന്നത് എന്നത് ഖേദകരമാണ്. അത് ഈ ഡയസ്നോൺ പ്രഖ്യാപിക്കാതെ അവരുടെ ആവശ്യങ്ങൾ ക്ഷമാപൂർവം കേട്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു സാവകാശം അല്ലെങ്കിൽ ഒരു മനസ്സ് സർക്കാർ കാണിക്കണമെന്നാണ് നമുക്കും അപേക്ഷിക്കാനുള്ളത്. മറ്റൊന്ന്, ഇനി ബജറ്റ് സമ്മേളനമാണ്. അതിൻ്റെ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇനി നമുക്ക് മറ്റ് ബ്യൂറോകളിൽ കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരിടവേള.